വാക്കുകൾ ഇല്ല ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. സുഭാഷിതം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവൻ പറഞ്ഞതോ, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരുശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചിൽപ്പുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിന്റെ കൊടുമുടി വാടിപ്പോകും. And he said, the Lord roars from Zion and utters his words from Jerusalem. The pastures of the shepherds mourn and the top of the Carmel withers. നീതിയുടെ വിഷയത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയോടെയും പ്രസക്തമായും സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് ആമോസിന്റെ പ്രവചനം. ഇസ്രയേലിന്റെ അഭിവൃദ്ധിയുടെ കാലത്ത് ദൈവത്തെ മറന്നതുകൊണ്ട് പിൻവരുന്ന നാശത്തെക്കുറിച്ച് അദ്ദേഹം പ്രവചിച്ചു. നീതിയിൽ ജീവിക്കാനുള്ള ആഹ്വാനമാണ് ആമോസിന്റെ സന്ദേശത്തിന്റെ കാതൽ. നാം വായിച്ച വാക്യം പ്രതിധ്വനിക്കുന്നത് ദൈവം സർവ്വലോകത്തിന്റെയും പരമാധികാരിയാണെന്നും ഭൂമിയുടെ മുഴുവൻ ന്യായാധിപനായിരിക്കുന്നതിന്റെയും ഒരു മനോഹര ചിത്രമാകുന്നു. ദൈവം സ്നേഹവാനാണ്, കരുണയുള്ളവനാണ്, മഹാദയും ദീർഘക്ഷമയുള്ളവനാകുന്നു. എന്നാൽ ന്യായാധിപനായിരിക്കുമ്പോൾ ഗർജിക്കുന്ന സിംഹം തന്നെ. ആമോസിന്റെ പ്രവചനം 1-ഉം 2-ഉം അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ച എല്ലാ ജനതകളുടെയും മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചാണ്. ഇസ്രായേലിന് ചുറ്റുമുള്ള 7 രാജ്യങ്ങളുടെ നാശം പറഞ്ഞ ശേഷം 8-മതായി ഇസ്രായേലിന്റെ നാശവും പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ നിരസിച്ചാൽ ന്യായവിധി, അടിമത്തം ഇവ ഭവിക്കും എന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ദേശത്തിന്റെ പേര് പറഞ്ഞ ശേഷം അതിന്റെ 3-ഓ 4-ഓ അകൃത്യ നിമിത്തം എന്ന പ്രയോഗത്തോടുകൂടി ആരംഭിച്ച് 4-ാം അകൃത്യം എല്ലാ ന്യായവിധി പ്രഖ്യാപനത്തോടെ അവസാനിപ്പിക്കുന്നു. ദമാസ്കസ്, ഗസ, സോർ, ഏദോം, അമ്മോന്യർ, മോവാബ്, യഹൂദ, ഇസ്രയേൽ എന്നിവരോടാണ് ന്യായവിധി പ്രവചിച്ചിട്ടുള്ളത്. അവർ എന്തുകൊണ്ടാണ് ന്യായവിധിയിൽ അകപ്പെടുന്നതെന്നുള്ള അവരുടെ അനീതിയും അധർമ്മവും അതാത് പേരുകൾ ഉച്ചരിക്കുമ്പോൾ അവിടെ തന്നെ എഴുതിയിട്ടുമുണ്ട്. സിയോനിൽ നിന്നും യഹോവ ഗർജിക്കുന്നതിന്റെ കാരണമാകുന്നു അത്. സത്യാരാധനയുടെ സ്ഥലമായിരുന്നു യെരുശലേം. എന്നാൽ അവിടെ ഇസ്രയേൽ ദാൻ, ബെതേൽ, ഗിൽഗാൽ എന്നിവിടങ്ങളിൽ അന്യാരാധനകൾ സ്ഥാപിച്ചു. ദൈവം യെരുശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചിൽപ്പുറങ്ങൾ ദുഃഖിക്കും എന്നെഴുതിയിരിക്കുന്നു. ആമോസ് ഒരു ഇടയനായിരുന്നു എന്ന് 1-ാം വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചാത്തലമോ പാരമ്പര്യമോ നോക്കാതെ ആട്ടിടയനും കൃഷിക്കാരനുമായിരുന്ന ആമോസിനെ ദൈവം പ്രവാചക ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. കർമ്മേലിലാണ് ഏലിയാവ് തന്റെ ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തിയത്. ബാലിന്റെ പ്രവാചകന്മാരുമായി ഏറ്റുമുട്ടിയ സ്ഥലം. വിഗ്രഹാരാധനക്കെതിരായ ദൈവമായ കർത്താവിന്റെ ഈ വിജയത്തെക്കുറിച്ച് ഒരുപക്ഷെ ആമോസ് ഇസ്രയേലിനെ ഓർപ്പിച്ചതായിരിക്കാം. എക്കാലത്തുമുള്ള ജനങ്ങളുടെ മേൽ അനീതിക്കും അധർമ്മത്തിനുമെതിരെ ദൈവം ന്യായവിധി അയക്കുമെന്ന് ആമോസിന്റെ പ്രവചനം ചൂണ്ടിക്കാണിക്കുന്നു. ധാർമ്മിക പെരുമാറ്റത്തിനും സത്യാരാധനയ്ക്കും ഇടയിൽ, നീതിക്കും ഭക്തിക്കും ഇടയിൽ ഒരു സുഗമമായ ബന്ധമുണ്ട്. അതായത് നാം ആരാണെന്നും നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണെന്നും നമ്മുടെ ദൈവത്തിന് നാം നൽകുന്ന മൂല്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആരാധന സത്യത്തിലും ആത്മാവിലുമായിരിക്കണം. നീതി, നന്മ, സത്യം എന്നിവ എല്ലാ മനുഷ്യർക്കും വേണ്ട മാനദണ്ഡങ്ങളാകുന്നു. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ നിലനിന്ന് ദൈവനീതി വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ സ്വഭാവ ഗുണങ്ങളായ നീതി, ന്യായം, സ്നേഹം, നന്മ മുതലായവ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അടിയങ്ങൾക്കും ഇടയാക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. യേശുവല്ല